ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ കലൂരുള്ള പോത്തീസിൽ പോയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടത്. 100-120 രൂപയുള്ള കേട്ടോ. കുറെ നാളായിട്ടോ ഇതുപോലൊരു മൗൾഡ് വാങ്ങിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള മടി കാരണം ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചത്. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക, നമ്മുടെ ഇൻസ്റ്റന്റ് ഡ്രിങ്ക് പൗഡർ ഇടുക, കുറച്ച് പഞ്ചസാര എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കലക്കുക, കുടിക്കുക. അങ്ങനെ എന്റെ കൈറേനെ കൊതിപ്പിച്ച ശേഷം നമ്മൾ വീണ്ടും പണിപ്പുരയിലോട്ട് ഇറങ്ങാണ് കേട്ടോ. ഞാൻ ഈ മൗൾഡിന്റെ ഒരു സൈഡിലോട്ട് വെള്ളം കൊണ്ടുള്ള ജ്യൂസും മറ്റേ സൈഡിലോട്ട് ഈ ജ്യൂസിലോട്ട് ഞാൻ കുറച്ചുകൂടെ സോഡ ആഡ് ചെയ്ത കേട്ടോ. അത് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഏതാണ് ബെറ്റർ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഷെയ്ഡിലുള്ളത് സോഡ ഒഴിച്ചിട്ടുള്ളതും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ ഇത് ഐസ്ക്രീമിന്റെ തിക്നെസ് പോലെയല്ലല്ലോ, ജ്യൂസ് പോലെയല്ലേ, അതുകൊണ്ട് നല്ല ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മധുരമൊക്കെ താഴെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടത് സോഡ വെച്ചിട്ടുള്ള ഐസ്ക്രീം ആണ്. അപ്പോൾ എല്ലാവരും ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഡ ഒഴിച്ച് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ്.